നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തിവകട്ടെ. ഈശോ, അങ്ങയുടെ മക്കൾ അവർക്ക് അങ്ങ് നൽകുന്ന ഓരോരോ ഹോംവർക്കുകൾ, ഗൃഹപാഠങ്ങളെല്ലാം അങ്ങയുടെ വലിയ സ്നേഹത്തെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള അങ്ങയുടെ ദൈവവിളിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഇന്ന് യാത്ര ചെയ്യുന്നവർ, രോഗികളായിരിക്കുന്നവർ, ഇന്ന് പ്രസവിക്കുന്നതിന് വേണ്ടി ഡേറ്റ് എടുക്കുന്ന അമ്മമാർ,
ഇന്ന് പ്രഗ്നൻ്റ് ആയിട്ടിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കർത്താവെ ഈ ടെസ്റ്റ് എങ്ങനെ വെക്കണേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ കണ്ണീരോടെ ഇട്ടിട്ട് പല പ്രാവശ്യം ഈശോൻ്റെ അമ്മയും മുത്തിക്കൊണ്ട് ആ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവർക്കെല്ലാം നല്ല ഫലം കൊടുക്കണേ കർത്താവെ. പരീക്ഷയ്ക്ക് പോകുന്നവർ, റിസൾട്ട് നോക്കാൻ പോകുന്നവർ, ജപ്തി നടപടിയിലേക്ക് പരിഹാരം കാണാൻ പോകുന്നവർ, ആരെല്ലാം കർത്താവെ കണ്ണീരോടെ പോകുന്നു അവരെല്ലാം ജയഘോഷത്തോടെ നിൻ്റെ നാമത്തിൽ അർപ്പോ വിളിച്ചുകൊണ്ട് കർത്താവെ തിരികെ വരാൻ ദൈവത്തെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാമ പരിശുദ്ധമ്മ ദൈവമാതാവ് യേശു ക്രിസ്തുവിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും വളർത്തുകയും കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുകയും ദൈവത്തിന് നീതി നിറവേറ്റുകയും ചെയ്ത അമ്മ കന്യാസി മറിയം നിങ്ങളെ മാധ്യസ്ഥം വഹിക്കുകയും നിങ്ങളെ ആശീർവദിക്കുകയും ദൈവനാമം മഹത്വപ്പെടുത്താൻ വേണ്ടി പിതാവായ ദൈവം നിങ്ങളെ യേശു ക്രിസ്തു തിരഞ്ഞെടുത്തു എന്നുള്ള ബോധത്താൽ ദൈവത്തിലെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മോടുകൂടെ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീവ്രത അതിന് കുറഞ്ഞ് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. 1 Thessalonians 5:19. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അതാ ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ഇപ്പം ആത്മാവിന് ഒരു ടെൻഡൻസി ഉള്ളത് പെട്രോൾ വെയിലത്ത് വെച്ചിരുന്ന ആവിയായി പോകത്തില്ലേ, അളവിലും കുറവുണ്ടാവും. നമ്മൾ വലിച്ചു കെട്ടിയ ലൈൻ കമ്പിയിൽ വല്ല ഓലമടല, വല്ല തെങ്ങ്, വല്ല ഈ വൃക്ഷത്തിൻ്റെ കമ്പ വീണ് കഴിഞ്ഞാൽ പ്രസരണ നഷ്ടം ഉണ്ടാകത്തില്ലേ. അതുപോലെ തന്നെ ദൈവാത്മാവിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് ലോകാരൂപി മുട്ടിയാലും ചോർച്ച ഉണ്ടാകും. ലോകാരൂപി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 5:19 എടുത്ത് ഗലാത്യർ. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ ഇവർക്ക് തുല്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇതാണ് ഈ പ്രസരണ നഷ്ടം ഉണ്ടാക്കുന്നത്. ദൈവാരൂപി നമ്മുടെ ഉണ്ടെങ്കിലും ഈ ലോകാരൂപി വന്ന് മുട്ടിക്കഴിഞ്ഞാൽ പ്രസരണ നഷ്ടം ഉണ്ടാകും. എന്താണ് അത്? 1 Thessalonians 5:19 അനുസരിച്ച് നിർവീര്യമാവും, വീര്യശക്തി പോവും പരിശുദ്ധാത്മാവിൻ്റെ. പരിശുദ്ധാത്മാവ് ലോകാരൂപിയെ കൊണ്ട് പ്രസരണ നഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവ് ബാക്കി ഉണ്ടാകത്തില്ല. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ക്രിസ്ത്യ ജീവിതം നയിക്കും എന്ന് ചോദിച്ചാൽ കർത്താവ് അതിന് ഉത്തരം പറയുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കത്തില്ലേ? മത്തായി 19:10-11. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യാഭർത്തൃ ബന്ധം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ക്രിസ്തീയ ജീവിതം അത് തന്നെ ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ വിവാഹം ചെയ്തിരിക്കുന്നതല്ലേ ഭേദം. ക്രിസ്തീയ ജീവിതം അസാധ്യമാണെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കാതിരിക്കുന്നതല്ലേ ഭേദം എന്ന് ചോദിക്കുന്നത് തുല്യമാണിത്. അതിന് ഈശോ പറഞ്ഞ മറുപടി നോക്കിയേ. അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. ഇപ്പൊ കൃപ ലഭിക്കണമെന്നാണ് പറയുന്നത്. ഇതിന് തനത് കൃപയെന്ന് പറയും. ഓരോ സബ്ജക്റ്റ് വൈസ് കൃപയുണ്ട്. ഇതിന് നമ്മൾ യുണീക്ക് ഗ്രേസ് എന്നൊക്കെ വേണേൽ പറയാം. തനത് കൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഭക്തി കുറഞ്ഞു പോയി, അതെന്താ? പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ഭക്തി. അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? 1 Thessalonians 5:10 വർക്കൗട്ട് ചെയ്തിട്ട് ആത്മാവ് നിർവീര്യമായതാണ്. ഏഷണിയും പരദൂഷവും നിങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ മത്സരത്തിൻ്റെ ചെന്ന് ചാടി അത് ലോകാരൂപി ആയത് കാരണം വീണ്ടും പ്രസരണ നഷ്ടം ഉണ്ടാകും, ആത്മാവ് നിർവീര്യമാകും. ആത്മാവ് നിർവീര്യമാക്കരുത് എന്നാണ് പറയണത്. അപ്പോൾ ആരാണ് ആക്കണത്? അതാരാണ്? നമ്മളാണ്. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രിക്കോഷ്യസ് റെമഡി എടുക്കാം, അല്ലേ, ഒരു മുൻകരുതലെടുക്കാം. പക്ഷേ അങ്ങനെയല്ല സംഭവം. രോഗം വരുത്തരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് എന്താണ്? ആരോഗ്യമായിട്ടിരിക്കണമെന്നല്ലേ. നിങ്ങൾ നിർവീര്യമാക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർവീര്യമാക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ നിർവീര്യമാക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയല്ല ചെയ്യണത്, വീര്യപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കണം.
പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുതെന്ന് പറയുമ്പോൾ തന്നെ 1 തെസ്സലോനിക്കർ 5:19 പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറയുമ്പോൾ ആ കർമ്മം ചെയ്യണത് ആരാണ്? അത് നമ്മളല്ലേ. അപ്പോൾ അതിന് ചെയ്യേണ്ട മാർഗം, നമ്മളാണ് നിർവീര്യമാക്കണമെങ്കിൽ നമ്മൾക്ക് അതുപോലെ തന്നെ വീര്യപ്പെടുത്താനും പറ്റും. നമ്മൾ ആത്മാവിനെ വീര്യപ്പെടുത്താൻ വേണ്ടി നിലപാടെടുത്തിട്ട് മുന്നോട്ട് പോയാൽ പിന്നെ നിർവീര്യമാക്കരുതെന്നുള്ളത് അപ്രസക്തമായി പോകും. ആധ്യാത്മിക വിഷയം അങ്ങനെയാണ് കൈകാര്യം ചെയ്യണത്. അപ്പോൾ നിങ്ങളിതൊക്കെ ഇതൊക്കെ വല്ലതും നടക്കുമോ അച്ഛാ എന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ടിരിക്കുന്നവരൊക്കെ ഈ 0 വോൾട്ടേജുള്ള ആൾക്കാരുണ്ടാവുമല്ലേ, ഇതൊക്കെ വല്ലതും നടക്കണ കാര്യമാണോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, കർത്താവിനോട് ചോദിച്ചില്ല ആ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചോദിച്ചില്ലേ? അപ്പോൾ മനുഷ്യർക്കിത് അസാധ്യമാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. ആ വചനം എടുത്തേ, മത്തായി 19:26. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്. മനുഷ്യർക്ക് ചെറുക്ക് അസാധ്യമായിരിക്കും, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പം നിന്നെ വിശുദ്ധി നിലനിർത്താൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്താ പഠിപ്പിച്ചത്? ഞങ്ങളെ പ്രലോഭനത്തിൽ. എൻ്റെ ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി എന്നെ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് എത്തിച്ചതിന്. എൻ്റെ പേര് സൗമ്യ സേവ്യർ. ഞാൻ ഇവിടെ കലവൂര് സെൻറ്റ് ജോസഫ് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ഒക്ടോബർ 21 എനിക്ക് ജീവിതത്തിൽ മാതാവിനോട് ഒത്തിരി ഭക്തിയുള്ള ആളാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഈ ഒത്തിരി കാര്യങ്ങളിൽ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയ ആളാണ് ഞാൻ. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്ക് ജീവിതത്തിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മാതാവ് ബോധ്യപ്പെടുത്തി തന്നു. അതിലാദ്യമായിട്ട് ഞാൻ സാക്ഷ്യം പറയുന്ന ഒരു സന്ദർഭമാണിത്. അതിൽ എൻ്റെ ഹസ്ബൻഡ്, അദ്ദേഹം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നന്നായിട്ട് തന്നെ എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യും. ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റൊക്കെ വന്നു, എല്ലാം നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് എല്ലാം പാസ്സായി. പക്ഷേ ഒരു പേപ്പർ മാത്രം ഒരു 4 തവണ എഴുതിയിട്ടും കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, മാതാവേ, എല്ലാം അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല കഴിവുണ്ട്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നു, പക്ഷെ എന്തുകൊണ്ട് അത് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ എപ്പോഴും അച്ഛൻ പറയാറുണ്ട്, നമ്മുടെ മെറിറ്റ് കൊണ്ട് കിട്ടാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കിട്ടും എന്ന് അച്ഛൻ പറഞ്ഞ് ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മാതാവിൽ വിശ്വാസമുണ്ട്, എങ്കിൽ പോലും ഈ കൃപാസനത്തിൻ്റെ അകത്തേക്ക് അദ്ദേഹം വന്നിട്ടില്ല, പുറത്ത് നിന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഉടമ്പടിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാം. ഒരു കാര്യം ചെയ്യണം, ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഒരു ഇത് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൻ്റെ അകത്തൊന്ന് വന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. അത് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ അദ്ദേഹത്തോട്. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എഴുതി. ഉടമ്പടിയിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആവശ്യം ഞാൻ എഴുതിയിട്ട് നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹം എക്സാമിന് പോയ സമയത്ത് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. സത്യം പറഞ്ഞാൽ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് പോലും വിശ്വാസം ഉണ്ടായില്ല. എന്നെ അപ്പം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു സക്സസ് ആണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഇത് മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ കാര്യമാണ്. ഇതാണ് എൻ്റെ മകൻ ആൻ്റണി. അവൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം കാറ്റീസമൊക്കെ കഴിഞ്ഞ് പള്ളിയിലെ കുട്ടികളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈക്കിള് വന്ന് അവൻ്റെ വേറൊരു കൂട്ടുകാരൻ വന്നിട്ട് സൈക്കിളെ തള്ളിക്കഴിഞ്ഞപ്പോൾ ആ സൈക്കിളിൻ്റെ ഹാൻഡിൽ വന്ന് ഇവൻ്റെ കണ്ണിൽ തെറിച്ചു. കണ്ണിലെന്ന് പറഞ്ഞാൽ കണ്ണി കൊണ്ടില്ല, അവൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വന്ന് അത് ചെയ്തു. ഉടനെ തന്നെ അവൻ ഛർദ്ദിച്ചു. അവന് പെട്ടെന്ന് ബോധം മറയണ പോലെ വന്നു. വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് അവനുമായിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി ആദ്യം ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. അതിനുശേഷം പെട്ടെന്ന് വണ്ടാനത്തേക്ക് കൊണ്ടുപോയി. വണ്ടാനത്ത് കൊണ്ടുചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കുറച്ച് ഇതാണ്, അവൻ്റെ കാഴ്ചയെ ചിലപ്പോൾ അത് ബാധിക്കും. അതുപോലെ തന്നെ ഇവന് ഭയങ്കരമായിട്ട് ഛർദ്ദിന് നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആകെ ടെൻഷനായി, കാരണം തലയിടിച്ചിട്ടുണ്ടോ, എന്താണ് കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കാഴ്ചയെ ചിലപ്പോൾ ബാധിക്കാം, ചിലപ്പോൾ സർജറി വേണ്ടി വരും. ഇതെല്ലാം കേട്ടപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ലാത്ത ഒരവസ്ഥ, ആകെ ടെൻഷനായി. കൊച്ചു കുഞ്ഞാണ്, അവനാണെങ്കിൽ ഛർദ്ദി വല്ല തലയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാണ്
അതുകൊണ്ടാണോ ഇങ്ങനെ ഛർദിൽ വരുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ പോലും പക്ഷെ മനസ്സിൽ എന്തോ ഒരു ധൈര്യം, ഇല്ല കുഴപ്പമില്ല എല്ലാം ശരിയാകുന്ന, എവിടെ ഇരുന്ന് ആരോ പറയുന്ന ഒരു ഫീല്. പണ്ടൊക്കെ നിസ്സാര കാര്യത്തിന് പെട്ടെന്ന് ടെൻഷനാവാൻ ഞാൻ, പക്ഷേ ഈ ഒരു കാര്യം വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് ഒത്തിരി ടെൻഷൻ വരുന്നില്ല. വിഷമമുണ്ട് പക്ഷേ എങ്കിലും അങ്ങനെ ടെൻഷനില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ എറണാകുളത്ത് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ ഞങ്ങൾ അറിയുന്ന എൻ്റെ മകളുടെ ഒരു കൂട്ടുകാരിയുടെ അമ്മയാണ് അവിടുത്തെ ഡോക്ടർ, 2 ഫ്രണ്ട്സാന്ന് പറഞ്ഞു. അങ്ങനെ അവർ വഴി നമ്മൾ നേരെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, എന്തെങ്കിലും ഒരു വഴി മാതാവ്, സർജറി ഒന്നും വേണ്ടി വരത്തില്ല, മാതാവ് എന്തെങ്കിലും രൂപത്തിൽ നമ്മളെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഡോക്ടർ വന്നു. ഡോക്ടറിൻ്റെ പേര് മരിയ എന്ന് പറഞ്ഞു. ആ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഇത്. അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോഴാണെങ്കിൽ ശരിക്കും മാതാവ് വന്ന് മുന്നിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീല്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു ഒരു കുഴപ്പമുണ്ടാവില്ല അവൻ്റെ കാഴ്ചയ്ക്കും. കാരണം അത് ആ സമയത്തും അവൻ കാണുന്നത് 2 ആഴ്ച, അതായത് ഡബിൾ വിഷനാണ് അവന് വരുന്നത്. പിന്നെ ബ്രെയിനിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഇങ്ങനെ പല ചിന്തകളും മനസ്സിലുണ്ട്. എങ്കിലും മനസ്സിലൊരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, നമുക്ക് കുറച്ച് ദിവസം മെഡിസിൻ എടുത്ത് നോക്കാം, കുഴപ്പമില്ലെങ്കിൽ സർജറി ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ സർജറി ഒന്നും ഇല്ലാതെ തന്നെ അവൻ്റെ കാഴ്ചയ്ക്കും പ്രശ്നമൊന്നും ഉണ്ടായില്ല. പണ്ടുള്ളവർ പറയുന്ന പോലെ കണ്ണി കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും തന്നെ ആ ഒരു സംരക്ഷണത്തിലാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഉടമ്പടി തൈലമാണെങ്കിൽ ഞാൻ എപ്പോഴും ഈ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് ഇവൻ്റെ ആ മുറിവിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുമായിരുന്നു. പക്ഷെ അത് ഒത്തിരി അനുഗ്രഹമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ് സത്യം. അത് പിന്നെ ഉടനെ വന്നു ഞാൻ മാതാവിന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് പോയി. എന്നിട്ടും എനിക്ക് സാക്ഷ്യം പറയാനായിട്ട്, കാരണം നമ്മളിവിടെ കേൾക്കുന്ന ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഒരു ചെറിയ കാര്യമാണോ, ഒത്തിരി പേര് ഒത്തിരി വലിയ കാര്യങ്ങൾ പറയുന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാതാവ്, ചിലപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണോ എന്നറിയില്ല, ഒരു ദിവസം ഞാൻ ഒരു 2 ആഴ്ച മുൻപ് മോനുമായിട്ട് ഇവിടെ വന്ന്, അന്ന് മോൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചൊക്കെ പോയപ്പോൾ മാതാവിൻ്റെ ആ കുരിശ് രൂപം ഒരെണ്ണം എൻ്റെ പേഴ്സിൽ എപ്പോഴും ഉണ്ടാവും, മറ്റേ ഞാൻ കഴുത്തിലിടാൻ എനിക്ക് തോന്നി. ആ കുരിശ് രൂപം അച്ഛൻ മോനെ ബ്ലെസ് ചെയ്ത കൂട്ടത്തിൽ എനിക്കും കൂടി ബ്ലെസ് ചെയ്ത് തന്നതാണ്. അത് ഞാൻ മാലയെ കോർത്ത് എൻ്റെ കഴുത്തിലിട്ട്, ഞാൻ ഒരു അധ്യാപികയാണ്, ഞാൻ കോളേജിൽ പോകുന്ന വഴിക്ക് പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഞാൻ ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ബസ് നിർത്തി എന്നുള്ളൊരു ചിന്തയിൽ പെട്ടെന്ന് ചാടി ഇറങ്ങി. ഇപ്പോൾ ആരോ ബാക്കിൽ നിന്ന് പറയുന്നു, മോളെ ചാടലേ എന്ന് പറയും. പഴവങ്ങാടി പള്ളിയുടെ അടുത്ത് വെച്ചാണ്. പെട്ടെന്ന് എന്നെ ആരോ പിടിച്ച് നിർത്തിയേക്കുന്ന പോലെ ഞാൻ കാലങ്ങോട്ട് വയ്ക്കുമ്പോൾ എന്നെ ആരോ ബാക്കിലേക്ക് പിടിച്ചിട്ട്, എനിക്ക് മാതാവ് വന്ന് പിടിച്ചതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. കാരണം അന്ന് ആ ഒരു ഇത് നടന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു സാക്ഷ്യം പറയാൻ ഞാനിവിടെ ഉണ്ടാവുമോ ഒന്നും അറിയില്ല. ശരിക്കും എനിക്കത് വല്ലാത്തൊരു ഇതായിപ്പോയി. അതുകൊണ്ടായിരിക്കാം ആ 2 ദിവസം മുൻപ് മാതാവിൻ്റെ കുരിശുരൂപം കഴുത്തിൽ അണിയാൻ എനിക്ക് തോന്നിയത്. മറ്റൊന്ന്, പിന്നെ എൻ്റെ മോനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനെ കാണാൻ വന്നിരുന്നു എന്ന് പറഞ്ഞത് തന്നെ, എൻ്റെ മോന് ഞങ്ങളൊരു യാത്ര പോയിരുന്നു, ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് പോയി, ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയ സമയത്ത് അവിടെ വെച്ച് മോനൊരു എന്താ പറയുക, കുട്ടികളെല്ലാവരും കൂടി ഒരു സിനിമ കണ്ടപ്പോൾ എന്തോ ഒരു പേടിപ്പെടുത്തുന്ന ഒരു രൂപം കാണിച്ചു. അത് ഇവൻ്റെ മനസ്സിലുണ്ടായിരുന്നു, നമ്മളത് ശ്രദ്ധിച്ചില്ല. ഒരു ദിവസം ഞാൻ കോളേജിൽ ഇരിക്കുമ്പോൾ മോൻ്റെ സ്കൂളിലത്തെ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, മോനിങ്ങനെ എന്തോ കണ്ട് പേടിച്ചു, പെട്ടെന്ന് വരണം, അവന് വയ്യാതായിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്, ഓടി വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കൈയും കാലും തളർന്നു പോയി. കാരണം കുട്ടികൾക്ക് സിസ്റ്ററാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വിളിക്കുന്ന കേട്ടപ്പോൾ ഞാൻ ഉടനെ മാതാവിനോട്, മാതാവേ എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും വരില്ലേ എന്നും പറഞ്ഞ് ഞാൻ അവിടുന്ന് ഓടിപ്പോരുകയാണ് ചെയ്തേ. പക്ഷേ എങ്കിലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മാതാവിൽ. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇവനെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, പേടിക്കണ്ട, എങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കൂടി ഒന്നുകൂടെ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് എന്തോ ഒരു പേടി തട്ടിയിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ട് പല കുട്ടികൾക്കും ഉള്ള പ്രശ്നമാണിത്, പക്ഷേ ആ പേടി കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തളർന്നു പോകാൻ വരെ ചാൻസ് ഉള്ള ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും മനസ്സിൽ എന്തോ ഒരു ധൈര്യം, ഇല്ല മാതാവൊന്നും വരുത്തില്ല, ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളാണ്, ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ ജീവിച്ചോളാം എന്നുള്ള ഉറപ്പിന്മേലാണ് ഞാനിപ്പോൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ മാറ്റാൻ വേണ്ടിയിട്ടാണ്, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ശരി ഞാൻ ഈ ഉടമ്പടിയിൽ നിന്ന് മാറത്തില്ല, മാതാവേ നിന്നിലാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ മെഡിസിനൊക്കെ തന്നു. ഞാൻ ഉടമ്പടി തൈലമൊക്കെ വെച്ച് കുഞ്ഞിൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ
എപ്പോഴും കാശുരൂപം ഇവൻ്റെ നെറ്റിയിൽ വെച്ച് കുരിശ് വരച്ച് ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിക്കൊടുക്കും. എന്നിട്ടും എൻ്റെ മനസ്സിനൊരു ഇത് അച്ഛനെ ഒന്ന് കണ്ട് മോനെ ഒന്ന് ബ്ലെസ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ മോനെ ബ്ലെസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കഴിഞ്ഞ ദിവസം വന്നു. അത് കഴിഞ്ഞ് അച്ഛനെ കൊണ്ട് ഇവിടെ ബ്ലെസ് ചെയ്യിപ്പിക്കാൻ വന്നു. അച്ഛൻ ബ്ലെസ് ചെയ്ത കൂട്ടത്തിൽ എന്നെയും കൂടെ കൈവച്ച് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ അപകടം നടന്ന കാര്യം സംഭവിച്ചത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ചിലപ്പോൾ എന്നെ ആ ഒരു അപകടത്തിൽ നിന്ന് എന്നെയും കൂടി രക്ഷിക്കാനായിരിക്കാം ആ ഒരു കാശുരൂപം എൻ്റെ ശരീരത്തിൽ കിടക്കുന്നതുകൊണ്ടാവാം ഒരാപത്തും കൂടാതെ ശരിക്കും മരണം വരെ സംഭവിക്കാവുന്ന ഒരു ഇതിൽ നിന്ന് എന്നെ മാതാവ് രക്ഷിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എപ്പോഴും. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ ഹയർ സ്റ്റഡീസ് ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഹയർ സ്റ്റഡീസിന് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഒത്തിരി തടസ്സങ്ങളുണ്ടായി. നമ്മൾ ഫാമിലിയൊക്കെ ആയി കഴിയുമ്പോൾ കുട്ടികളുടെ കാര്യവും വീട്ടിലെ കാര്യമൊക്കെ ആയിട്ട് നമുക്ക് പഠനത്തിൽ പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും നന്നായിട്ട് പഠിക്കണം, എങ്ങനെയെങ്കിലുമൊക്കെ ഹയർ സ്റ്റഡീസ് ചെയ്യണം എന്ന് വിചാരിച്ചു ഞാൻ എംടെക്കിൻ്റെ ഇതിന് ചേർന്ന് കഴിഞ്ഞപ്പോൾ എക്സാം ആണെങ്കിലും ഓരോ എക്സാമിനും ശരിക്കും മാതാവിൻ്റെ കാശുരൂപമൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം എല്ലാം നെറ്റി കുഴിച്ച് വരച്ചിട്ടാണ് ഞാൻ പോയിരുന്നത്. നന്നായിട്ട് എനിക്ക് എക്സാമൊക്കെ എഴുതാൻ പറ്റി. പക്ഷേ എനിക്ക് ഈ ഉടമ്പടി തൈലത്തിലും ഇതിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഉപ്പ് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പം മറ്റുള്ളവരെന്ത് പറഞ്ഞാലും നമുക്ക് അനുഭവങ്ങൾ കിട്ടുമ്പോഴേ നമ്മൾ ഓരോ കാര്യങ്ങൾ അതായിരുന്നു എന്ന് വിശ്വസിക്കുകയുള്ളൂ. അപ്പോൾ ഉപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ എനിക്ക് അത്ര ഒരു വിശ്വാസം തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഈ എക്സാമിൻ്റെ ലാസ്റ്റ് സെമസ്റ്റർ ആയപ്പോഴേക്കും പ്രോജക്റ്റിൻ്റെ ഇത് സബ്മിറ്റ് ചെയ്തപ്പോൾ പൂർണ്ണമായിട്ട് റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. സാർ ഒരു രീതിയിലും അത് പ്രൊസീഡ് ചെയ്യാനോ സൈൻ ചെയ്ത് തരാനോ ഒന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാനും ഉണ്ട്, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു, സാറിൻ്റെ ഒരു സൈൻ കിട്ടാതെ നമുക്ക് ബാക്കി മുന്നോട്ട് പോകാൻ പറ്റില്ല, എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഉപ്പൊന്ന് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് നമുക്ക് ആ സാറിൻ്റെ ടേബിൾ. അപ്പോൾ സാറ് ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഞങ്ങളെ കണ്ട് ഉടനെ പുറത്ത് പോയി നിൽക്കുക, ഒരു രക്ഷയില്ല, കയറി വരുന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ആകെ ടെൻഷനായി. അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയില്ലാതെ ഞങ്ങൾ ആകെ അങ്ങ് മടുത്തേ, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട, അങ്ങ് വിട്ടിട്ട് പോയാലോ എന്ന് വരെ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഉപ്പ് എടുത്തിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി. എനിക്ക് അപ്പോഴും വിശ്വാസമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ കൊണ്ടുപോയി, ഞാൻ പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുപോയി ആ സാറിൻ്റെ ആ ടേബിളിൻ്റെയും ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വെച്ചേക്കുന്നത് അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വീണ്ടും പുറത്തിറങ്ങി വന്ന് നിന്നപ്പോൾ ഉണ്ടല്ലോ, താഴെ നിന്ന സാറ് സ്വിച്ച് ഇട്ട പോലെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. സാറ് വേഗം അവിടെ നിന്ന് കയറി ഇങ്ങനെ വന്നിട്ട് ഓടി വന്ന് അത് സൈൻ ചെയ്തിട്ട് പറയുകയാണേ, ഓക്കെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഓക്കെ ആക്കിക്കോളൂന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് എനിക്ക് മനസ്സിലായി ആ ഉപ്പിൻ്റെ ആ ഒരു ഇത്. അതോടുകൂടി പിന്നെ എനിക്ക് കാണുന്നവരെയും പരിചയമുള്ളവരോടെല്ലാം ഞാനത് പറയാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ ഒത്തിരി കാര്യങ്ങൾ, അതായത് ഒത്തിരി ഒരു ദർശനം കിട്ടുന്ന പോലത്തെയൊക്കെ ഒരു ഫീൽ. അപ്പോൾ അതൊക്കെ സത്യമാണോ എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, പ്രത്യേകിച്ച് വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ മനസ്സിൽ തോന്നുമ്പോൾ അത് ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു തിരി, നമ്മൾ സാധാരണ നീലയും പച്ചയും തിരിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നും, ഇന്ന വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ സന്യസ്തർക്ക് ഇന്നവർക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ തോന്നുമ്പോൾ എൻ്റെ മുന്നിലൊരു തിരി കളർ തെളിഞ്ഞു വരും. ആ തിരി ഞാനിവിടെ എടുത്ത് സൂക്ഷിച്ച് വെച്ചാണ്, എന്തെങ്കിലും ജോസഫ് അച്ഛനോട് ചോദിക്കണം എന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് വെച്ചതാണ് ആ തിരി. അതിൽ ഓരോ കളറുണ്ട്. ആ കളറ് ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ടൈപ്പ് കളറുകളാണ്. ഓരോ തവണയും ഞാൻ എൻ്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ ഇവിടെ വരാറുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ ആ ഇത് കാണുന്ന തിരി എനിക്ക് ഇവിടുന്ന് കിട്ടും. ഞാനത് കൊണ്ടുപോയി വെച്ച് വേറെ സമയത്തൊക്കെ എനിക്ക് എപ്പോഴാണോ പ്രാർത്ഥിക്കണം തോന്നുന്നത് ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് അതിൻ്റെ ഒരു എനിക്ക് റിസൾട്ട് പലപ്പോഴും കാണിച്ചു തരാറുണ്ട്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നിൽ നിന്ന് മാതാവ് ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്കും കൂടി പ്രാർത്ഥിക്കണം എന്നുള്ളൊരു സത്യമാണെന്നുള്ളത് മനസ്സിലായി എനിക്കിപ്പോൾ. അപ്പോൾ ആ ഒരു ബോധ്യം വന്നേ പിന്നെ ഞാനിപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ മക്കൾ അവരോടൊപ്പം തന്നെ ആ കുട്ടികൾ, ഇവരുടെ കൂടെയുള്ള കുട്ടികൾക്കും കൂടെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു അധ്യാപികയാണ്. അപ്പോൾ പണ്ടൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ കുട്ടികളോട് ഒത്തിരി ആത്മീയമായ കാര്യങ്ങളും കൂടി പതിയെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അത് പറയുമ്പോൾ
എൻ്റെ വിചാരം ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവരെന്നെ കളിയാക്കും, ചിരിക്കും. കാരണം ഈ പ്രായമുള്ള കുട്ടികളാണ്, അവർക്ക് അതൊക്കെ തമാശ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് പല കുട്ടികളും അത് കേൾക്കുന്നു, എന്നിട്ട് എന്നെ വന്ന് പറയും, മിസ്സേ ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഞങ്ങൾ പല ലഹരി പദാർത്ഥങ്ങളുടെ ഇത് ഉപയോഗിക്കുക, പക്ഷേ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മാറണമെന്ന് തോന്നി. അങ്ങനെ ശരിക്കും ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. എനിക്കിങ്ങനെയൊന്നും പറയാനുള്ള കഴിവോ അങ്ങനെയൊന്നുമില്ല. മാതാവ് തന്നെയാണ് എന്നെക്കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചതെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുകയാണ്. ഇനിയും മാതാവിനോട് ഇപ്പോഴും ഉടമ്പടിയിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, മാതാവേ നീ എന്താഗ്രഹിക്കുന്നോ അതുപോലെ ചെയ്യണമെന്നാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി. കാരണം എനിക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം തമ്പുരാൻ എൻ്റെ മുമ്പിൽ എനിക്ക് തന്നിട്ടുണ്ട്, എനിക്കത് മതി. ഇനി കിട്ടുന്ന നന്മകളൊക്കെയും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കണം എന്നാണ് മാതാവ് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കുന്നത്. അതെന്നും ഞാൻ അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം കൊടുക്കുമ്പോൾ ഞാൻ ആദ്യമേ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറയും. അതിനുശേഷം ഞാൻ ചിലവർക്കൊക്കെ പത്രം കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ പറയും. എങ്കിലും ഞാൻ പറയും, മാതാവ് അനുഗ്രഹിക്കട്ടെ, ഇത് പിടിച്ചിട്ട് വായിച്ചു നോക്കുക. അത് കഴിഞ്ഞ് എന്നെങ്കിലും നമ്മളെപ്പോഴും നമ്മുടെ മെറിറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ കഴിവ് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളുടെ സമയത്ത് നിങ്ങളിതൊന്നും നോക്കണ്ട. അല്ലാതെ എന്നെങ്കിലും ഒരു കാര്യം നമ്മുടെ കൺട്രോളിലല്ലാത്തൊരു കാര്യം, അതായത് എനിക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ എനിക്ക് പണമുണ്ട്, ഇതല്ലാതെ എൻ്റെ കഴിവിൽ നിൽക്കാത്തൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാത്രം നിങ്ങൾ ആ പത്രം ഒന്നെടുത്ത് വായിക്കുകയും ഒന്ന് വിശ്വസിക്കുകയും ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുമ്പോൾ ശരിക്കും പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പലരും അത് കഴിഞ്ഞ് കളിയാക്കിയവർ പോലും പിന്നെ വന്നിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനം ഞാൻ യൂട്യൂബിൽ എത്ര സമയം എടുത്താണെങ്കിലും ഞാനത് കേൾക്കും. അതിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ, പണ്ടൊക്കെ ആണെങ്കിൽ നിസ്സാര കാര്യത്തിന് പേടിച്ച് പുറകിലേക്ക് പോകുന്ന നിസ്സാര കാര്യം മതിയായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല, കുറച്ചുകൂടെ ബോൾഡായ പോലെ എനിക്ക് തോന്നി. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ജീവിതത്തിലായിക്കോട്ടെ, കുട്ടികൾക്കായിക്കോട്ടെ, കുടുംബജീവിതത്തിലായിക്കോട്ടെ, വർക്ക് ചെയ്യുന്ന മേഖലയിലായിക്കോട്ടെ, പക്ഷേ ഒത്തിരി പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ മാതാവിലേക്ക് കൂടുതൽ അടുക്കുകയാണെന്ന് എനിക്ക് തോന്നും. അപ്പോൾ മാതാവ് എൻ്റെ കൂടെ ഉള്ളതുപോലെ തോന്നുന്നത് എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃപാസന ഉടമ്പടി എടുത്ത് ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്ന്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ അവരെ ചെറിയ ഒരുപാട് സഹായങ്ങളല്ല എങ്കിലും എനിക്ക് പറ്റുന്ന പോലെ നമ്മുടെ അടുത്തുള്ളവരായിക്കോട്ടെ, ഇടവകയിലുള്ളവരായിക്കോട്ടെ, കോളേജിലായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സാൻഡ്ര. ഞാൻ ഞാറക്കൽ മഞ്ഞനക്കാട് ദേശത്ത് നിന്ന് വരുന്നു. എൻ്റെ ഞാൻ 21/9/2024 എൻ്റെ ആദ്യത്തെ ഉടമ്പടി. അതിനുശേഷം എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാനിവിടെ വന്ന് പറഞ്ഞായിരുന്നു ഒരു പ്രാവശ്യം. അതിനുശേഷം 3 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഞാൻ MSc ഡിസാസ്റ്റർ മാനേജ്മെൻറ്റാണ് പഠിച്ചത്. 3 വർഷത്തെ ഗ്യാപ്പുണ്ട് എനിക്ക്. അപ്പോൾ എൻ്റെ കല്യാണത്തിന് ശേഷം എൻ്റെ വീട്ടുകാർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഓണർ പറഞ്ഞു മാറണമെന്ന്. അപ്പോൾ ആ സമയം എൻ്റെ വീട്ടുകാരുടെ വിഷമം ഞാൻ ആ സമയം കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവരെ സഹായിക്കാമായിരുന്നു. ഞാൻ പിറ്റേ ദിവസം അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം വീട് ഷിഫ്റ്റായി. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞാൻ അടുക്കളയിൽ സാക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഭക്ഷണം പാകം ചെയ്യാറുള്ളത്. ഞാൻ ആ സാക്ഷ്യം കേൾക്കുന്ന സമയത്ത് ഒരു ചേച്ചിയുടെ ലോക്കറ്റ് നഷ്ടമായതാണ് ഞാൻ കേട്ടത്. അപ്പോൾ ആ ചേച്ചി കരഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അന്നേരം പ്രാർത്ഥിച്ചത്, മാതാവേ എനിക്ക് ഇതുപോലുള്ളൊരു വിശ്വാസം എനിക്ക് നീ തരണമേ. അതാണ് ഞാൻ സാക്ഷ്യത്തിൽ കരഞ്ഞുകൊണ്ട് ഞാൻ ആ സാക്ഷ്യം കേട്ടത്. അതിനുശേഷം എനിക്കൊരു കോള് വന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ കോളായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു, എടി നീ മെയിൽ ചെക്ക് ചെയ്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് മെയിൽ? ഞാനൊരു ഇതിന് അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, നീ മെയിൽ ചെക്ക് ചെയ്യ് എന്നിട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ അതിൽ എനിക്ക് കാണാൻ സാധിച്ചത്, ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 21 ആണ് 2024. ഒക്ടോബറിൽ ഞാൻ ഒരു റെസ്യൂമെ അയച്ചിട്ടുണ്ടായിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ. അങ്ങനെ ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങളെ 2 പേരെയാണ് കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്തേക്കുന്നത്. തെലങ്കാന സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ കൺസൾട്ടൻ്റായിട്ട് 70,000 രൂപ ശമ്പളത്തിൽ എന്നെ മാതാവ്
ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തന്ന അനുഗ്രഹം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ഞാനൊരു ഇൻ്റർവ്യൂവോ ഒരു പരീക്ഷയോ ഞാൻ എഴുതിയിട്ടില്ല. ഞാനൊരു അടുക്കളയിലായിരുന്നു 3 വർഷം. അവിടെ നിന്ന് മാതാവ് എന്നെ തെലങ്കാന സ്റ്റേറ്റിലേക്ക് സെക്രട്ടേറിയറ്റിൽ ജോലിക്കായിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ജൂൺ 12 ഞാൻ ജൂൺ 12 എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ഞാൻ സെക്രട്ടേറിയറ്റിൽ ചെന്നേക്കണേണ്. അപ്പം ഞാൻ കാശ് രൂപം കൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്യണ ഓഫീസിലേക്ക് കടന്നത്. അപ്പം ഞാൻ എൻ്റെ സീനിയർ കൺസൾട്ടൻറ്റ് വന്നു. കൺസൾട്ടൻറ്റ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഡിസ്ട്രിക്റ്റ് ആയിരിക്കില്ല, 6 ഡിസ്ട്രിക്റ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് തെലുങ്ക് അറിയാൻ പാടില്ല. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ ജോലി ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ തെലുങ്ക് അറിയാൻ പാടില്ലെന്ന് അതിൽ ഉള്ളതാണ്. ഇംഗ്ലീഷ് മാത്രം ഞങ്ങൾക്ക് ഏകദേശം 3 ഇയർ ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് അധികം സംസാരിക്കാൻ ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് അറിയാനുള്ള ഇതില്ല. ഞാൻ സീനിയർ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലേക്ക് പോകണ്ട, സെക്രട്ടേറിയറ്റിൽ തന്നെ ജോലി ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. മാതാവ് അവിടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞൊരു നിമിഷമായിരുന്നത്. അതിനുശേഷം ഞാൻ ഓരോ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോഴും ഞാൻ രാവിലെ പോകുന്ന സമയത്ത് ഞാൻ നാവിലെ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് എൻ്റെ കാതിലും എൻ്റെ നെറ്റത്തും എൻ്റെ നാക്കിലും പുരട്ടിയാണ് ഞാൻ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാറുള്ളത്. അതിനുശേഷം ഒരു ദിവസം എൻ്റെ കൂടെയുള്ളത് പെന്തക്കോസ്ത വിശ്വാസിയാണ്. അപ്പോൾ എനിക്ക് അവളുടെ മുന്നിലിരുന്ന് പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. അതെന്താണ് അങ്ങനെ, ഇതെന്താണ് ഇങ്ങനെ, കൃപാസന അവിടെ കപടതയാണ് അവിടെ നടക്കുന്നത്. ഇതിനൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കൂലായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് എന്നെ ഇവളുടെ മുന്നിൽ എനിക്കൊരു സാക്ഷിയാക്കി മാറ്റണം. അപ്പോൾ വേഗം തന്നെ ഒരു ദിവസം എൻ്റെ 2 മുട്ടുകാലിൽ നീര് വരാൻ തുടങ്ങി. മന്ത് പോലെ എനിക്ക് നീര് വന്നു. അപ്പോൾ ഞാൻ എന്നെ ഓഫീസേഴ്സ് എല്ലാവരും കൂടി ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് 5 ദിവസത്തെ റെസ്റ്റ് പറഞ്ഞു. അത് അവളുടെ ഫ്രണ്ടിൽ വെച്ചാണ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനത് കഴിഞ്ഞ് വന്ന് റൂമിലിരുന്ന് ആദ്യത്തെ ദിവസം ഞാൻ മരുന്ന് കഴിച്ച്, 2ാമത്തെ ദിവസം ഞാൻ ഉടമ്പടി തൈലവും ഇവിടെ നിന്ന് കിട്ടിയ വെഞ്ചിരിച്ച് ഉപ്പും ചാലിച്ച് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി 7 കുരിശിട്ട് ഞാൻ 2 കാലിലും പുരട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പിറ്റേ ദിവസം എൻ്റെ കാലിലെ നീര് അപ്രത്യക്ഷമായി. എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയാനാണ്, അവളുടെ മുന്നിലിരുന്ന് നീ പ്രാർത്ഥിച്ച് നീ ഉടമ്പടി തൈലം പുരട്ടണം. ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്തത്. അവൾ അതിനെക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കേണ്ടായിരുന്നില്ല. ഇത്രയും ദൈവം എന്നെ അനുഗ്രഹിച്ചതിന് എനിക്ക് വേണ്ടി മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിച്ചെന്ന അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ സോഷ്യൽ മീഡിയ വഴി കാണുന്ന കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ വഴി കാണുന്ന രോഗികൾക്ക് ഞാൻ പൈസ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ ക്യാൻസർ വാർഡിലാണ് കൊടുത്തിരുന്നത്. പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പത്രങ്ങൾ പള്ളികളിലിരിക്കുന്ന കാണുമ്പോൾ അതും ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ കുമ്പസാരം ഞാൻ 2 ആഴ്ച കൂടുമ്പോഴത്തേക്കും ചെയ്യാറുണ്ട്. പിന്നെ ഇവിടുത്തെ ധ്യാനം ഞാൻ മുടക്കാറില്ല. പിന്നെ ബൈബിൾ വായിക്കും. ഞാൻ ആദ്യത്തെ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഞാൻ പകുതി അയക്കണേണ്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ആദ്യമേ ഞാൻ രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് അനിത, എൻ്റെ സ്ഥലം ചെങ്ങന്നൂർ. ഇത് എൻ്റെ മകളാണ് അനഘ. ഞങ്ങൾക്ക് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. എനിക്ക് 4 വർഷം കൊണ്ട് ഭയങ്കരമായ ബ്ലീഡിങ് ആയിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാനൊരു മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ജോലിക്ക് പോകുമ്പോൾ 4 പാട് വെച്ചാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഓരോ പേഷ്യൻസിനും ചീട്ട് നോക്കി മരുന്നെടുത്ത് കൊടുക്കുമ്പോൾ ഓരോ മാംസപിണ്ഡമാണ് എൻ്റെ ശരീരത്തിൽ നിന്ന് ഉയർന്നിർന്ന് പോകുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ അന്നേരവും ഞാൻ ഓർക്കും, ദൈവമേ ഞാൻ എന്ത് ചെയ്യുമെന്ന്. ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഒരു ദിവസം ഉച്ചയ്ക്ക് ഇതുപോലെ വന്നു, നീ എന്തിനു വിഷമിക്കുന്നു? അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെ എനിക്ക് ഭയങ്കരമായ ബ്ലീഡിംഗ് ആണ്, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ
എന്നോട് ചോദിച്ചു, നിനക്ക് മാതാവിൽ വിശ്വാസമാണോ എന്ന് ചോദിച്ചു. ശരി, ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിൽ വിശ്വാസമാണ്. ഞാൻ ചോദിച്ചു ഏത് മാതാവാണ്, ഇവിടെ അടുത്തുള്ള മാതാവാണോ എന്ന് ചോദിച്ചു. അല്ല, ആലപ്പുഴയിൽ കൃപാസനം എന്ന ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിലെ മാതാവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ആ സ്ഥലം അറിയത്തില്ല, ഞാൻ എന്തു ചെയ്യും? അന്നേരം പറഞ്ഞു, നീ എൻ്റെ കൂടെ വാ, നീ ഈ പത്രം ഒന്ന് വായിച്ചിട്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം നീ എന്നെ വിളിക്കാൻ പറഞ്ഞു. ശരി, ഞാൻ വൈകിട്ട് ചെന്നിട്ട് ഞാൻ ഈ പത്രം വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ മാതാവിൻ്റെ അടുക്ക വന്നാൽ എൻ്റെ രോഗസൗഖ്യം പൂർണ്ണമായിട്ട് ഭേദപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ കുട്ടിയുടെ വീട്ടിൽ ഞാൻ പോയി. ഞാൻ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ വീട്ടിലൊരു മാതാവിൻ്റെ രൂപം അവിടെ ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയ്ക്ക് വെച്ചിരിക്കുന്നു. ഞാൻ കാലെടുത്ത് അവിടെ വീട്ടിലോട്ട് ചെന്നപ്പോൾ ഉണ്ട് മാതാവിൻ്റെ തലയിൽ നിന്ന് ഉപ്പ്. ഞാൻ ഓർത്ത് ഇത് എന്തൊരു അത്ഭുതം. നോക്കിയപ്പോൾ ഉപ്പ് കൂമ്പാരമായിട്ട് കുമിഞ്ഞു മണ്ടയ്ക്കൂടെ പോയി അതാണ്ട് അവരുടെ പാത്രത്തിലും ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയ്ക്കും വീഴുന്നു. ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇതിങ്ങനെ വരാൻ കാരണം? കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് നമ്മൾക്കും പെണ്ണുങ്ങൾക്ക് എങ്ങനെ പീരീഡ് വരുന്നത് അതുപോലെ മാതാവിൻ്റെ പുറകിൽ കൂടെ തൈലം ഇങ്ങനെ ഒഴുകി വരുന്നു. അവൾ പെട്ടെന്നൊരു പാത്രം എടുത്ത് വെച്ചിട്ട് ചോദിച്ചു, നീ വരാൻ നോക്കിയിരുന്നോ ഈ മാതാവ് എനിക്കിവിടെ അത്ഭുതം തരാനും വേണ്ടിയെന്ന്? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ഞാനൊരു അക്രൈസ്തവയാണ്, എന്നാലും ഞാൻ മാതാവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അവിടുന്ന് ഞാൻ അവളോട് പിറ്റേ ദിവസം പറഞ്ഞു, നിനക്ക് എന്നെ ഒന്ന് കൃപാസനത്തിൽ വരെ ഒന്ന് കൊണ്ടുപോകാവോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഞാൻ കാല് കുത്തിയപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയത് മുല്ലപ്പൂവിൻ്റെ അഭിഷേകമാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ മാതാവ് എന്നെ രക്ഷിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ഇവിടെ വന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് ആരുമില്ല, മാതാവേ ഇത് നീ പൂർണ്ണമായിട്ട് എനിക്ക് മാറ്റിത്തരണം. ഞാൻ ഹോസ്പിറ്റലുകളിലെല്ലാം ഞാൻ പോയി, ഡോക്ടർമാരെല്ലാം ബയോപ്സി FNAC ടെസ്റ്റും എല്ലാം ഇട്ട് വിടുവാണ്. പക്ഷേ എനിക്ക് ഡോക്ടർമാർ ഒരു രോഗം കണ്ടുവരുന്നില്ല. മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് മാറുന്നു. പിന്നെ പിറ്റേ മാസവും അതുപോലെ ആകും. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ മാതാവ് എനിക്കറിയത്തില്ല, എനിക്ക് പീരീഡ് എന്ന് പറയുന്ന ഒരു സാധനം ഇന്ന് വരെ എനിക്ക് കാണാനുമില്ല. ഇതുവരെ ഇപ്പം അത് പൂർണ്ണമായിട്ട് എൻ്റെ അമ്മ മാതാവ് അത് മാറ്റി തന്നു. പിന്നെ രണ്ടാമത്തെ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കാലിലൊരു കറുപ്പുണ്ടായിരുന്നു. അത് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്ന നിനക്ക് മന്ദയാണെന്ന്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മന്ദയല്ല, ഞാനൊരു ഹോസ്പിറ്റലുകളിൽ ഞാൻ പോകത്തില്ല, ഞാൻ ഡോക്ടറെ കാണത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ കണ്ണുനീരോടെ ഞാൻ ഇവിടുന്ന് ഒരു മാതാവിൻ്റെ രൂപം മേടിച്ചുകൊണ്ട് പോയി ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചു. ഞാൻ മാതാവിനോട് കണ്ണുനീരോടെ പറഞ്ഞു, മാതാവേ ഞാൻ ഒരു ഹോസ്പിറ്റലുകളിലും പോകത്തില്ല, നിന്നെ വിശ്വസിച്ച് നിൻ്റെ ഉടമ്പടിയിൽ ജീവിക്കുന്നതാണ് അമ്മേ. എനിക്ക് ആരുമില്ല, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ല, ഞാനൊരു കടയിൽ പോയി നിന്ന് ജോലി ചെയ്യുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ഞാൻ അമ്മയുടെ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലമെടുത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കാലിൽ ഞാൻ കുരിശ് വരച്ച് ഞാൻ കണ്ണുനീരോടെ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു. ഇന്നത് പൂർണ്ണമായിട്ട് മാറ്റി തന്നു. ഇപ്പോൾ എന്നെ കളിയാക്കിയവരുടെ മുൻപിൽ എനിക്ക് നീട്ടി കാണിക്കാൻ എൻ്റെ കൃപാസനം അമ്മ എനിക്ക് തന്ന സൗഖ്യമാണെന്ന് എനിക്ക് 100 വട്ടവും എൻ്റെ അമ്മയോട് ഞാൻ 100 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ തൊണ്ടയിലാണെങ്കിൽ ഒരു മുഴ പോലെ വരുന്നു, അത് ദിവസവും വളർന്ന് വരുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്തോ അമ്മേ, എന്തൊരു പരീക്ഷണം അമ്മേ ഈ കാണിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എവിടെ പോകും, എന്തോ ചെയ്യും? അങ്ങനെ ഇരുന്ന് ഒരു രാത്രി എൻ്റെ കുഞ്ഞ് പറയുന്നു, അമ്മേ എനിക്ക് വാ തുറക്കാൻ വയ്യ, എനിക്ക് വെള്ളം ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ നീ വിഷമിക്കരുതേ, ഞാൻ നിനക്ക് അമ്മയുടെ മാതാവിൻ്റെ മുൻപിൽ ഞാൻ ഉടമ്പടി എടുത്ത ഒരു വ്യക്തിയാണ്, നിനക്ക് ഞാൻ തരുന്നത് നീ കഴിക്കുക. അങ്ങനെ അമ്മയുടെ തൈലവും ഉപ്പും ഞാൻ വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുത്തു. അവിടുന്ന് ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞ് FNAC ടെസ്റ്റ് ചെയ്യണം, ക്യാൻസർ ആണോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ ഇവക്ക് ബയോപ്സിക്ക് അയച്ചു. ഞാൻ കണ്ണുനീരോടെ 2 മണിക്ക് 3 മണിക്ക് വരുന്ന കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ നടവഴിയിലും ഇരിപ്പിലും പോക്കിലും എല്ലാം ഞാൻ എൻ്റെ അമ്മമാതിനോട് ഒരു കരഞ്ഞു പറഞ്ഞു, അമ്മേ എനിക്ക് ആരുമില്ലേ, നീയാണ് എൻ്റെ എല്ലാ സംരക്ഷണവും എന്ന് പറഞ്ഞു. അങ്ങനെ FNACയുടെ ടെസ്റ്റ് വന്നു. എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞു, നിൻ്റെ കുഞ്ഞിന് നീ മരിക്കത്തില്ല, നിൻ്റെ കുഞ്ഞ് നിനക്ക് പൂർണ്ണവതിയായി ആരോഗ്യവതിയായിട്ടിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കുഞ്ഞ് പ്ലസ് ടുവിനാണെങ്കിൽ എല്ലാത്തിനും മാർക്ക് കുറവായിരുന്നു. ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് തൈലം പൂശി അവളോട് ഞാൻ പറഞ്ഞു, അമ്മയുടെ വിശ്വാസം
വിശ്വാസ പ്രമാണം ചൊല്ലി പരീക്ഷയ്ക്ക് കയറ്. നിന്നെ അമ്മ മാതാവ് നിന്നെ അനുഗ്രഹിച്ചോളും. ഉപ്പും തൈലവും കൊടുത്ത് ഞാൻ ഇവളെ വിട്ടു. എൻ്റെ കുഞ്ഞിന് +2 അവളെ കളിയാക്കിയവരുടെ മുൻപിൽ എൻ്റെ കുഞ്ഞിന് നല്ല മാർക്കോടുകൂടി എൻ്റെ കുഞ്ഞിന് ജയിക്കാൻ എൻ്റെ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. ഞാൻ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന പറഞ്ഞാൽ, ഞാൻ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഞാൻ 10 പൊതി കെട്ടി മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ കൊണ്ടുവച്ചിരുന്ന് ഉപ്പും തൈലവും തേച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ രാവിലെ ഗവൺമെൻറ് ആശുപത്രികളിലെല്ലാം പോയി രാവിലെ പേഷ്യൻസിൻ്റെ എല്ലാം എടുക്കെ പോയിരുന്ന് രോഗികളായിട്ട് കാണുന്നവർക്ക് അമ്മ മാതാവിൻ്റെ തൈലം കൊണ്ടുവച്ച് ഓരോ കാശ് രൂപവും ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന കാശ് രൂപവും ഞാൻ മേടിച്ച് കൊണ്ടുവന്ന് ഇതിന് അർഹതപ്പെട്ടവരെ അമ്മേ നീ കാണിച്ചു തരണമെന്ന് പറയും. അപ്പോൾ അമ്മ കാണിച്ചു തരുന്നത് എനിക്ക് കാലില്ലാത്തവരെയും കൈയില്ലാത്തവരെയും അന്ധനെയാണ് കാണിച്ചു തരുന്നത്. അവർക്കെല്ലാം ഞാൻ അമ്മയുടെ വിശ്വാസ പ്രമാണം ചെയ്ത് തൈലം തേച്ച് ഓരോ പൊതിയും കൊടുക്കും. എന്നെക്കൊണ്ട് കഴിയാവുന്നത് ഞാൻ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു വീതം ഞാൻ അനാഥാലയത്തിൽ പോയും വഴിയോരങ്ങളിലിരിക്കുന്നവർക്കും എല്ലാവർക്കും ഞാൻ കൊടുക്കും. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഈശോയും അമ്മ മാതാവും പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താലിൽ കയറി നിൽക്കാൻ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയും. എൻ്റെ പേര് ജെസി ജോയ്. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപത മാപ്രാണം ഇടവക അംഗമാണ്. ഞാൻ ജൂലൈ 23, 2022 ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ സ്ഥലം വിൽക്കാൻ, വീടും പറമ്പും വിൽക്കാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. കൊറോണ സമയമായതുകൊണ്ടും വെള്ളപ്പൊക്കം എല്ലാം കൂടി 5 കൊല്ലമായിട്ട് സ്ഥലം വീടും വിൽക്കാൻ പറ്റിയിരുന്നില്ല. ഞങ്ങൾക്ക് വീടുകൾ പണിത് കൊടുക്കലാണ് ഞങ്ങളുടെ ജോലിയായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീട് വിൽക്കാൻ പറ്റാതായപ്പോൾ ഞങ്ങളാകെ ബുദ്ധിമുട്ടിലായി. കുറേ നാൾ കഴിഞ്ഞിട്ട് വിൽക്കാണ്ടായപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഉപ്പ് വീടിന് ചുറ്റും ഇട്ടു. കട്ടിളപ്പടിയിൽ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു. അവിടുന്ന് 1 മാസം കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും വീടിനൊരാൾ വന്നു. അത് നല്ല വിലയ്ക്ക് വിൽക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ ഓരോ വീട് പണി കഴിയുമ്പോഴും ഞാൻ ഉപ്പിട്ട് തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് വീടുകൾ കച്ചവടമാവാറുണ്ട്. അപ്പോൾ എൻ്റെ ഭർത്താവൊക്കെ എപ്പോഴും കളിയാക്കാറാണ് പതിവായിരുന്നത്, ഉപ്പിട്ടാലല്ലേ വീട് വിൽക്കണേന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. എനിക്ക് അതിന് വലിയൊരു അനുഗ്രഹമായി. ഇപ്പോൾ അവർ വീട് പണി കഴിയുമ്പോൾ എന്നോട് പറയും, നീ ചെന്ന് വീടിന് ഉപ്പിട്ട് തൈലം പൂശി പ്രാർത്ഥിക്ക്, അത് നടക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷ്യം, ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട് കിണർ കുത്തി ഒരു കോല് താന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പാറയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇനി താത്താൻ പറ്റില്ല, അപ്പോൾ അത് മൂടണോ അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യണമെന്ന് നോക്കി. പക്ഷെ 5 സെൻറ്റ് സ്ഥലത്തിലാണ്, വേറെ ഓപ്ഷൻ ഇല്ല, വേറെ കുത്താനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി തൈലം ചുറ്റും പുരട്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ പിന്നെ തീരുമാനിച്ചു വന്നാൽ ഇനി അതിൽ കുഴൽക്കിണർ അടിച്ച് നോക്കാമെന്ന്. ആ സ്ഥലത്ത് തന്നെ കുഴൽക്കിണർ അടിക്കാൻ തീരുമാനിച്ചു. കുഴൽക്കിണറടിച്ച് 50 അടി അടിച്ച് താത്തിയപ്പോൾ തന്നെ അവർ പറഞ്ഞു, ചേട്ടാ ഇവിടെ വെള്ളം ഉണ്ടാവാൻ സാധ്യതയില്ല, പാറ ഇനിയാണ് കാണുന്നതെന്ന്. അപ്പോൾ കുഴപ്പമില്ല, ഒരു 150 അടി വരെ നമുക്ക് അടിച്ച് നോക്കാം, ഇല്ലെങ്കിൽ നിർത്താമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ പോയിട്ട് മാതാവിൻ്റെ ഗ്രോട്ടയിൽ പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, നീ അവിടെ ഗ്രോട്ടയിൽ അവിടെ കിണർ കുത്തുമ്പോൾ നീ ഗ്രോട്ടയിൽ തിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ മോനോട് പറഞ്ഞു, മോൻ അവിടെ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. 75 അടി താന്നപ്പോഴേക്കും ഇഷ്ടംപോലെ വെള്ളമായി. ആ കിണർ കൊണ്ട് ഞങ്ങൾ വീട് പണിയാനും എല്ലാത്തിനും അതിൽ നിന്ന് സമൃദ്ധമായിട്ട് വെള്ളം ഉണ്ടായി. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ഇതുപോലെ തന്നെ കിണർ കുത്താനായിട്ട് രണ്ടാമത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അറിയാമായിരുന്നു അവിടെയും പാറ തന്നെയാണെന്ന്. ഞാൻ ഇതുപോലെ തന്നെ അവിടെ ഉപ്പും തൈലവും ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. വെള്ളം 250 അടി താത്തിയിട്ടും വെള്ളം കിട്ടിയില്ല. അപ്പം ഞങ്ങൾക്ക് സങ്കടമായി. അപ്പോഴും അവരിതുപോലെ പറഞ്ഞു. ഞാനാണെങ്കിൽ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, മോനെ മാതാവും ഈശോയും അവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ കണ്ടു, നീ പേടിക്കേണ്ട, അവിടെ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ 250 അടി താത്തിയിട്ടും വെള്ളം ഉണ്ടായില്ല. അപ്പോൾ ആകെ വിഷമത്തിലായി. അവർ പറഞ്ഞു, മാതാവും ഈശോയും വന്നിട്ടും വെള്ളം ഉണ്ടായില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കാണ്ടിരിക്കുക, എന്തെങ്കിലും ഒരു വഴി മാതാവ് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അവിടുന്ന് കുറേ നാൾ കഴിഞ്ഞ് പിന്നെ വേറെ പറമ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് പണി തുടങ്ങാം, അപ്പോൾ പൈപ്പ് കണക്ഷൻ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഇപ്പോൾ പുല്ല് ചെത്താനായിട്ട് ഹിന്ദിക്കാരൻ വന്ന് പുല്ല് ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ മോൻ വെറുതെ കിണറിൻ്റെ ടോപ്പ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിൽ നമുക്ക് നോക്കിയാൽ കാണാവുന്ന അത്ര വെള്ളം കയറി നിൽക്കണു. അപ്പോൾ ഭയങ്കര ഒരു അത്ഭുതമായി, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു, ഇപ്പോൾ മാതാവ് വന്നെന്ന് പറഞ്ഞിട്ട് എന്തായി എന്ന് പറഞ്ഞു. ഞാനങ്ങനെ എനിക്ക് ഒരുപാട് നന്ദി ഞാൻ മാതാവിനോട് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം, എനിക്ക്
ഗ്യാസിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വയറ് വീർത്ത് വരിക, ശ്വാസം കിട്ടാണ്ടുള്ള ബുദ്ധിമുട്ട്, പുറത്തു നെഞ്ഞത്തൊക്കെ ഭയങ്കര വേദനയാവും. എക്കോ ടെസ്റ്റും ഇതൊക്കെ എടുത്തു, ഗ്യാസിൻ്റെ ആണെന്നറിയാണ്ട് കുറേ ഗുളികളും മരുന്നൊക്കെ കഴിച്ചു, ഒരു കുറവുണ്ടായിരുന്നില്ല. അതുകൂടാണ്ട് കഴുത്തിൻ്റെ എല്ല് തേയ്മാനമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്നും തൈലം പുരട്ടി പ്രാർത്ഥിക്കും, ഉപ്പ് കലക്കി കഴിക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അറിയണേ എനിക്ക് ആ വേദന ഇതുവരെ പിന്നെ ഇല്ലല്ലോ, എൻ്റെ ആ അസുഖം മാറിപ്പോയി എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ എൻ്റെ 4ാമത്തെ സാക്ഷ്യം, ഞാൻ മാതാവിനെ കാണാൻ വേണ്ടി ഞാൻ മഡ്ജുഗോരിൽ യൂറോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് മാതാവിനെ എനിക്ക് കാണാൻ പറ്റി. ഞാനും എൻ്റെ ഭർത്താവും മാതാവിൻ്റെ ഒരു രൂപം മേടിക്കാൻ വേണ്ടി നിന്നിട്ട് ബാക്കി എല്ലാവരും പോയി. ഞങ്ങൾ 2 ഒറ്റപ്പെട്ടു പോയി. അപ്പം ഞങ്ങൾ അറിയണ വഴി കൂടെ ഞങ്ങൾ കയറിപ്പോയി. പക്ഷേ അതായിരുന്നില്ല വഴി. കുറേ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒറ്റ ആളുമില്ല, ഞങ്ങൾ തന്നെയായി. അപ്പോൾ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം തൈലം ഒക്കെ ഉണ്ട്, എൻ്റെ ബാഗിലുണ്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയില്ലോ, എവിടേക്കാണ് പോണത്? ചുറ്റും കാടും പിന്നെ പാറക്കൂട്ടങ്ങളും മാത്രമേ കാണാനുള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു വൃദ്ധയായ ഒരു അമ്മാമ്മ ഇങ്ങനെ തനിച്ച്, പിന്നിൽ കുറേ അകലെ ഒരു 2 ആണുങ്ങളും വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചില്ല. അപ്പം അടുത്ത് വന്നപ്പോൾ എന്തെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇംഗ്ലീഷിൽ ചോദിച്ചു, എവിടെയാണ് മാതാവിൻ്റെ പള്ളി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ കാണിച്ചു തന്നു. ചിരിച്ചിട്ട് പറഞ്ഞു, ഇത്തിരി വഴി അങ്ങോട്ട് നടന്നാൽ മതി, അവിടെ ഉണ്ടെന്ന് കാണിച്ചു പറഞ്ഞു ഞങ്ങളോട്. അങ്ങനെ ഞങ്ങൾ ഇത്തിരി കൂടി അങ്ങോട്ട് നടന്നു. അപ്പോൾ ഞങ്ങൾ ടെൻഷൻ അടിച്ചിട്ടാണ് പോണത്. അപ്പം ഞാൻ പറഞ്ഞേ, ഈ അമ്മാമ്മ തന്നെയാണ് ഇതിൽ തന്നെ വരണേന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നാക്കം തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെ കാണാനില്ല. അപ്പോൾ അമ്മാമ്മ എൻ്റെ അടുത്ത് വന്നത് പറഞ്ഞപ്പോൾ അമ്മാമ്മ ഇങ്ങനെ പറഞ്ഞ എൻ്റെ കൈ ഇങ്ങനെ എനിക്ക് ചൂണ്ടി കാണിച്ച് തന്ന് കൈ ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാൻ വെറുതെ കൈ പിടിച്ച് ഇങ്ങനെ മുത്തി. പക്ഷേ ആ കൈ മുത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോരി തെരിച്ച പോലെ ഒരു അനുഭവം. പക്ഷെ അപ്പം എനിക്ക് ആ ടെൻഷൻ കൊണ്ട് അതത്ര മനസ്സിലായില്ല. പിന്നീട് കാണാണ്ടായപ്പോഴും മനസ്സിലായി, അയ്യോ അത് മാതാവായിരുന്നു നമ്മളെ കാണാൻ വന്നത്, നമുക്ക് വഴി പറഞ്ഞു തന്നതെന്ന്. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ടും മാതാവിനെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ മാതാവിനെ ആ രൂപത്തിൽ ഞാൻ കണ്ടു. ഞാൻ വഴിയിൽ വെച്ച് കണ്ട മാതാവിനെ ഞാൻ അവിടെ കണ്ടു. അതുപോലെ തന്നെ ഞാൻ അവിടെ വെച്ച് ഈശോയുടെ കുരിശിൽ തറച്ച കിരീടം, അതുപോലെ ആണികൾ ഇതൊക്കെ വെക്കണ ഒരു വിശുദ്ധ സ്ഥലമുണ്ട്. അവിടെ പള്ളിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ച് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ രൂപങ്ങളും അതുപോലെ തന്നെ ഈ ഇവിടുത്തെ തൈലം ഉപ്പും എല്ലാം ഉള്ള ഒരു ബാഗ് പെട്ടി എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട്. അവിടെ എല്ലായിടത്തും ഒന്ന് മുട്ടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയതായിരുന്നു. അതവിടെ ചെന്ന് ഞാൻ അതവിടെ വെച്ചിട്ട് ഈ ഫോട്ടോ എടുത്തു. പെട്ടെന്ന് ഭയങ്കര തിരക്ക് വന്ന് എന്നെ തള്ളി ഇവിടുന്ന് മാറ്റി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പെട്ടി എടുക്കാനായിട്ട് ചെന്നപ്പോൾ അതവിടെ കാണാനില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. ഈശോയെ എൻ്റെ എല്ലാം പോയില്ലോ, മാതാവിൻ്റെ എൻ്റെ കൊന്തയും ആ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപവും എല്ലാം അതിലാണ്, എൻ്റെ എല്ലാം പോയില്ലോ എന്ന് പറഞ്ഞ് ഞാൻ സങ്കടപ്പെട്ടു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തന്നെ പ്രാർത്ഥിച്ചു, മാതാവേ ഈശോയെ എനിക്ക് എൻ്റെ എല്ലാം അതിലാണ്, എനിക്ക് ഞാൻ വാങ്ങിച്ചതും ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയത് എല്ലാം നിറച്ച വസ്തുക്കൾ അതിലാണ് ഇരിക്കണേ. എൻ്റെ ഗ്രൂപ്പിൽ വന്ന ആർക്കെങ്കിലും അതൊന്ന് കിട്ടിയെങ്കിൽ എനിക്ക് തരാൻ തോന്നണട്ടാ മാതാവേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകണ ആൾ പറഞ്ഞു, മതി ഇവിടെ നിൽക്കാൻ നേരമില്ല, നമുക്ക് വണ്ടി പോകണം, വായെന്ന് പറഞ്ഞ് വിളിച്ചു. അത് ഞാൻ തിരിഞ്ഞു നോക്കി മാതാവിനോട് പറഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഉണ്ട് ഈ പെട്ടി അങ്ങനെ എന്നെ എൻ്റെ കയ്യിലിരിക്കണു. അപ്പോൾ ചേട്ടൻ ഭർത്താവ് എന്നോട് പറഞ്ഞു, നീ കാണാനില്ല എന്ന് പറഞ്ഞ പെട്ടിയല്ലേ നിൻ്റെ കയ്യിലിരിക്കണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അപ്പോഴാണ് ഞാൻ നോക്കണത് എൻ്റെ കയ്യിൽ ഈ പെട്ടി. അതുവരെ എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ ബാഗും എൻ്റെ ഇത് അവിടെ നിന്നുള്ള പേഴ്സുകളും സാധനങ്ങളൊക്കെ ആയിരുന്നു ഇരുന്നത്. പക്ഷെ പെട്ടെന്ന് ഈ പെട്ടി എൻ്റെ കയ്യിലെത്തി. മാതാവ് എനിക്കത് കൊണ്ടുവന്ന് തന്നതാണെന്നാണ് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഈശോയിനെ ചമ്മട്ടിയടിയായിട്ട് പിലാത്തോസിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴുള്ള ആ ഇത് കയറുമ്പോൾ അവിടെ 3 സ്ഥലത്ത് രക്തക്കറകളുണ്ട്. അവിടെ കയറിയപ്പോൾ ഞാൻ വേഗം കയറി. ഞങ്ങൾ ഭയങ്കര തിരക്കുകാരനും കയറിപ്പോയി. ഇറങ്ങി വന്ന് രണ്ടാമതും ഞാൻ വിചാരിച്ചു ഒന്നും കൂടിയും കയറണം, എനിക്ക് അവിടെ നിന്ന് തന്നെ പോയി ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് മാതാവിൻ്റെ രൂപത്തുമ്മയ്ക്ക് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് ഈശോയുടെ രക്തക്കറമ്മയ്ക്ക് നോക്കിയപ്പോൾ ഈ കറ അങ്ങനെ കിടന്ന് അനങ്ങണു. അപ്പം എനിക്ക് ഭയങ്കര ഇതായി. ഞാനപ്പോൾ അവിടെ ഇങ്ങനെ കുമ്പിട്ട് കിടന്ന് മുത്തി. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ആ ഒരു എൻ്റെ ചുണ്ടുമ്മയും എൻ്റെ നാവുമ്മയൊക്കെ ആ രക്തത്തിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് അനുഭവപ്പെടാൻ പറ്റി. ഇനി എൻ്റെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയാനായിട്ട് ഞങ്ങൾ ഇടയ്ക്ക് അനാഥശാലകളിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വല്ല ഒരു അനാഥശാലയിൽ നിന്നൊക്കെ വന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾ പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യും.
പിന്നെ വീട്ടിലും ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോഴോ അങ്ങനെയൊക്കെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം മേടിച്ചു കൊണ്ടുപോയി എല്ലാവർക്കും വിതരണം ചെയ്യും. അത് പള്ളിയിലായാലും വീടിൻ്റെ അടുത്തായാലും അവരോട് വിശ്വാസ പ്രമാണം ചൊല്ലി കാശുരൂപം വാങ്ങിക്കുന്നതിൻ്റെ കൂടെ അതും കൂടി കൊണ്ടുപോയിട്ടാണ് അവർക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ അവർക്ക് വിശ്വാസം വർദ്ധിപ്പിക്കും. ക്രൈസ്തവരോടും ഞാൻ പറയും, മാതാവിൻ്റെ അത്ഭുതങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇതാണ്, ഞങ്ങൾക്കും വരാൻ പറ്റുമോ, പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് വേണ്ടി ചിലപ്പോൾ ഓരോ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർ പറയാറുണ്ട്, പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് നടന്നു എന്നൊക്കെ. അങ്ങനെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അതൊക്കെയാണ്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ബിനില. ഞാൻ കണ്ണൂർ ജില്ലയിൽ മുളപ്ര ഇടവക അൽഫോൻസ ചർച്ചിൽ നിന്ന് വരുന്നു. ഞാനിവിടെ 2021 ഞാൻ ആദ്യം കൃപാസനത്തെ പറ്റി കേൾക്കുന്നത്. അതെൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ഞാൻ കേട്ടത്. ആദ്യം കേട്ടപ്പോൾ എനിക്ക് അത്ര വിശ്വാസം തോന്നിയില്ല. പിന്നെ അതിനെപ്പറ്റിയുള്ള ട്രോളുകൾ കണ്ടപ്പോഴും അപ്പോൾ ഉണ്ടായിരുന്ന വിശ്വാസം അത് പോയി. പക്ഷേ പിന്നീട് 2023 ഞാൻ ഒരു ക്യാപ്സ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നൊരു ഓസ്ട്രേലിയൻ എക്സാമാണ്. അപ്പോൾ ഞാനത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കത് എഴുതാനുള്ളൊരു ധൈര്യം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ളൊരു ഡൗട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് എടുത്തു. ഹസ്ബൻഡ് 2024 ഏപ്രിൽ 30 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് 2 ആഴ്ച ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിലും ഹസ്ബൻഡിൻ്റെ കൂടെ എല്ലാ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിൽ ഞാൻ സംബന്ധിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 3rd സ്റ്റഡ് കുത്തി കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം തൊട്ട് എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങി. നോർമലി എനിക്ക് മൈഗ്രെയിൻ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഓർത്തു 3rd സ്റ്റഡ് കുത്തിയതിൻ്റെ വേദന കൊണ്ട് വന്ന മൈഗ്രെയിനാണെന്ന് വിചാരിച്ചു. സാധാരണ ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ ആ വേദന മാറാറുണ്ട്. പക്ഷേ പിറ്റേ ദിവസം വേദന കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇനി കണ്ണിന് എന്തെങ്കിലും കാഴ്ചയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നതായിരിക്കും, ഒരുപാട് പഠിക്കുന്നതുകൊണ്ട് ഒരുപാട് സിസ്റ്റം യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അടുത്തുള്ളൊരു ഒപ്താൽമോളജിസ്റ്റിനെ കണ്ടു. പക്ഷേ ആളും പറഞ്ഞു ചിലപ്പോൾ സ്ട്രെയിൻ എടുക്കുന്നതുകൊണ്ടായിരിക്കും, സ്ക്രീൻ ടൈം കൂടുതലുള്ളതുകൊണ്ട് ഐസ് ഡ്രൈ ആയതെനിക്ക് ഐ ഡ്രോപ്സും എൻ്റെ ലെൻസും ഒന്ന് മാറ്റി തന്നു. എന്നിട്ടും വേദന കുറയുന്നില്ല. ഒരു ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു. പിറ്റേ ദിവസമായപ്പോഴത്തേക്കും ലെഫ്റ്റ് ഐക്ക് റെഡ്നെസ് വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ വീണ്ടും ആ ഡോക്ടറെ കാണാൻ, ഇപ്പോൾ ആ ഡോക്ടർ ഒന്ന് ലീവ് ആയതുകൊണ്ട് വേറൊരു ഒപ്താൽമോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ ഡോക്ടർ പറഞ്ഞത് എൻ്റെ കണ്ണിനുള്ളിൽ ചെറിയ കുരുക്കളുണ്ട്, ഡസ്റ്റ് വന്നിട്ട് അതിൻ്റെ വേദനയാണെന്ന് പറഞ്ഞു. അത് ക്ലീൻ ചെയ്തു. പക്ഷേ ഒന്നും കൂടി വേദന കൂടിയതല്ലാതെ എനിക്ക് കുറവൊന്നും ഉണ്ടായില്ല. മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് ഞാൻ തലവേദന ഭയങ്കരമായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഓർത്ത് ഇനി ഇതിൽ ന്യൂറോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ തലയിൽ നിറയെ മുഴകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് കാണാൻ പോയി കണ്ണൂർ. അപ്പോൾ അവിടെ ചെന്ന് CT സ്കാൻ എടുത്തു നോക്കി. അപ്പോൾ CT സ്കാനിലൊന്നും പ്രത്യേകിച്ച് കാണുന്നില്ല. അപ്പോൾ ആൾ പറഞ്ഞു ഇനി എക്സാമിൻ്റെ ടെൻഷൻ കൊണ്ടുണ്ടായ മൈഗ്രെയിൻ ആയിരിക്കും, ഒരു പെയിൻ കില്ലർ തന്ന് വിട്ടു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ നെറ്റിയിൽ ലെഫ്റ്റ് സൈഡിൽ ഈ ഭാഗത്തായിട്ട് ബ്ലിസ്റ്റർ വന്നു തുടങ്ങി. അപ്പോൾ ബ്ലിസ്റ്റർ കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഹെർപ്പസ് സോസ്റ്റർ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഹെർപ്പസ് സോസ്റ്റർ എന്ന് വെച്ച് ഞങ്ങൾ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഡെർമറ്റോളജിസ്റ്റ് ഒപ്താൽമോളജിസ്റ്റിനെയും ENT-നെ റെഫർ ചെയ്തു. അപ്പോൾ ഒപ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം ആൾ മുന്നേ മൈഗ്രെയിൻ ആണെന്ന് വിചാരിച്ചു, അല്ല കണ്ണിൻ്റെ പ്രഷർ, കണ്ണിൻ്റെ കാഴ്ചയുടെ സംബന്ധമായിട്ടുള്ള വേദനയാണെന്ന് വിചാരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് ഓർത്തിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഹെർപ്പസ് സോസ്റ്റർ എന്ന് കണ്ടപ്പോൾ ആൾ നന്നായിട്ട് നോക്കി. അപ്പം പറഞ്ഞു ഇത് സ്പ്രെഡ് ചെയ്ത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്, എങ്ങനെയാണെങ്കിലും കണ്ണിലേക്ക് വരാൻ സാധ്യതയുണ്ട്, വൈറസ് കണ്ണിലെത്തി കഴിഞ്ഞാൽ പെർമനൻറ്റ് ബ്ലൈൻഡ്നെസ്സിനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. പിന്നെ ENT റെഫർ ചെയ്തു. ENT സഹിക്കാൻ പറ്റാത്ത വേദന ആയതുകൊണ്ട് പെയിൻ കില്ലറിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു ന്യൂറോപ്പത്തിക് പെയിനുള്ള ഗ്യാബപ്പിൻ്റെ ഒരു ടാബ്ലറ്റും തന്നു. അങ്ങനെ വീട്ടിലെത്തി ഞാൻ ടാബ്ലറ്റ് കഴിച്ചു. ആദ്യം ഒരു പെയിൻ കില്ലർ എടുത്തു, എന്നിട്ട് വേദന കുറയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഗ്യാബപ്പിൻ്റെയും കഴിച്ചു. പക്ഷേ വേദന കുറയുന്നില്ല, കൂടുന്നല്ലാതെ കുറയുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നോർമലി ഒരുമാതിരിപ്പെട്ട വേദനയൊക്കെ സഹിക്കുന്ന ഒരാളാണ് ഞാൻ, പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റാത്ത എത്ര വേദനയായി. ഉറങ്ങാൻ പറ്റാതെ വന്നപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു രോഗസൗഖ്യ ധ്യാനം വല്ലതും എന്തെങ്കിലും പ്രാർത്ഥന വല്ലതും യൂട്യൂബിലുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പം ജോസഫ് അച്ഛൻ്റെ ഒരു വീഡിയോ കണ്ടു. അത് പഴയ ഒരു വീഡിയോ ആണ്, 3-4 വർഷം മുമ്പുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അതിൽ നോക്കിയപ്പോൾ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി വേദനയുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ആ വേദനയുള്ള ഭാഗത്ത് എനിക്ക് ഉടമ്പടി തൈലം പൂശിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വിശ്വാസത്തോടെ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു.
അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേദന കുറയാൻ തുടങ്ങി. എനിക്ക് ഉറങ്ങാൻ സാധിച്ചു. പിറ്റേ ദിവസം തൊട്ട് ഒരു പെയിൻ കില്ലർ 3 നേരം പെയിൻ കില്ലർ എടുത്തുകൊണ്ടിരുന്ന ഞാൻ ഒരു പെയിൻ കില്ലർ പോലും എടുക്കാതെ ഞാൻ ഉറങ്ങാൻ എനിക്ക് സാധിച്ചു. ഒരു നോർമലി ഈ ഹെർപ്പസോസ്റ്ററിൻ്റെ പെയിൻ വന്നു കഴിഞ്ഞാൽ 6 മാസം വരെ അതിൻ്റെ വേദന നീണ്ടു നിൽക്കാറുണ്ട്. അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു തരം വേദനയാണ്. ഡോക്ടറും പറഞ്ഞിരുന്നു ചിലപ്പോൾ ഈ വേദന ഒരു 6 മാസത്തിന് മേലെ നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ട് മാക്സിമം എനിക്ക് അന്ന് തന്നെ സിവിയർ വേദന ആ ദിവസം തന്നെ മാറിയെങ്കിലും ചെറിയൊരു വേദനയായിട്ട് പിന്നെ ഉണ്ട്. ഒരു 1.5 ആഴ്ച ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടർക്ക് വരെ അത്ഭുതമായിരുന്നു ഇതെങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ വേദന മാറിയിട്ട് ഇത്രയും സിവിയർ ആയിട്ടുള്ളൊരു ഹെർപ്പസോസ്റ്റർ വന്നിട്ടെന്ന്. അതെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്നെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ വേണ്ടി മാതാവ് എനിക്ക് തന്നൊരു സാക്ഷ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സമയത്ത് ഞാൻ ക്യാപ്സ് എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ട് പറഞ്ഞല്ലോ. പക്ഷേ ഞാൻ ഓർത്ത് എപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു ദൈവാനുഗ്രഹം തരുന്നതിന് മുമ്പ് ഒരു സഹനം എനിക്ക് എപ്പോഴും ഉള്ളത്. അപ്പം ഞാൻ ഓർത്തു ഈ ഹെർപ്പസോസ്റ്റർ എന്നെ എക്സാം വിജയിപ്പിക്കാൻ വേണ്ടി എനിക്ക് എക്സാം ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ദൈവം തന്നൊരു സഹനമാണെന്നാണ് ഞാൻ ഓർത്തേ. അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ എക്സാം എഴുതാൻ പോയി. പക്ഷേ ഈ അവസാന ടൈമിൽ പ്രിപ്പറേഷൻ ടൈമിലായിരുന്നു എനിക്ക് അസുഖം വന്നത്. അതുകൊണ്ട് എനിക്ക് 2-3 ആഴ്ച സ്കിപ്പായിപ്പോയി. അപ്പോൾ ആ സ്കിപ്പായി പോയത് കൊണ്ട് ഒരു ഫയൽ എനിക്ക് നോക്കാൻ പറ്റിയില്ല, ഫാർമസ്യൂട്ടിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ. അപ്പോൾ ആ സബ്ജക്റ്റിൽ ഞാൻ ഫെയിലായിപ്പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ഞാൻ ഓർത്തു ഞാൻ ഉടമ്പടി എടുക്കാതെ ഹസ്ബൻഡിനെ കൊണ്ട് ഉടമ്പടി എടുത്ത് എക്സാം വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്തതാണല്ലോ. അപ്പം ഞാൻ തന്നെ ഉടമ്പടി എടുത്ത് എൻ്റെ വിശ്വാസവും എൻ്റെ വിശുദ്ധീകരണത്തിനും വേണ്ടി ദൈവം തന്നൊരു അടയാളമായിട്ട് ഞാനതിനെ കണ്ടു. അങ്ങനെ ഓഗസ്റ്റ് 31-ാം തീയതി ഞാൻ വന്ന് ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പൂനെയിലേക്ക് പോയി. അവിടെ ചെന്ന് എക്സാം പ്രിപ്പയർ ചെയ്തു. നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തു. പക്ഷേ എക്സാമിന് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് മനസ്സിലായി ഒരു കാൽക്കുലേഷൻസ് തന്നെ നോർമലി അത്രയും കാൽക്കുലേഷൻസ് എക്സാമിന് വരുന്നതല്ല. പക്ഷേ എനിക്ക് 70% കാൽക്കുലേഷൻസും അത് ഞാൻ കണ്ടിട്ടില്ലാത്ത പോലത്തെ ടൈപ്പ് കാൽക്കുലേഷൻസും ആയിരുന്നു. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ടാണ് എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയത്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ഉടമ്പടിയിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറവുകളുണ്ടെങ്കിൽ അതിന് പരിഹരിക്കാൻ വേണ്ടി 25 ദിവസത്തെ എക്സാം നടന്നത് നവംബർ 27-നാണ്. അപ്പം ഞാൻ പറഞ്ഞു ഡിസംബർ 1 തൊട്ട് 25ഓളം നമ്മുടെ ക്രിസ്മസ് നോമ്പിന് ഞാൻ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ചിട്ടുള്ള ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചോളാമെന്ന് നേർന്ന് ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. കുരിശിൻ്റെ വഴിയും എല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രത്യക്ഷ പ്രാർത്ഥനയും മാതാവിനോടുള്ള പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടത്തി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 12-ാം തീയതി ഡിസംബർ 12-ാം തീയതി റിസൾട്ട് വന്നു. എൻ്റെ കൂട്ടുകാരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു എക്സാം റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഓപ്പൺ ചെയ്തില്ല. ഞാൻ 5 രൂപയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അച്ഛൻ്റെ ഡെയിലി ബ്രെഡും കൂടി ഒരു വിശുദ്ധ കുർബാന ഓൺലൈനിൽ കണ്ടതിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോയത്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു സാക്ഷ്യം കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ആൾ റിസൾട്ട് നോക്കുന്നതിന് മുമ്പ് വിശുദ്ധ തൈലം കൊണ്ട് ആ വെബ്സൈറ്റിൽ കുരിശ് വരച്ചതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ റിസൾട്ട് പാസ്സായത്. അപ്പം ഞാൻ അത് വിശ്വാസത്തിലെടുത്ത് ഞാൻ വിശുദ്ധ തൈലം കൊണ്ട് ഒരു വെബ്സൈറ്റിൽ കുരിശ് വരച്ചതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ പാസ്സായി. എൻ്റെ കൂട്ടിയിട്ടായിരുന്ന ഫ്രണ്ടൊന്നും പാസ്സായിട്ടുണ്ടായിരുന്നില്ല. ഇത് എനിക്ക് ഒരിക്കലും ഈ എക്സാം പാസ്സായത് എൻ്റെ കഴിവുകൊണ്ടല്ല, മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയാൽ ഈശോ തന്നൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കാണുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ഞങ്ങൾ ഈ എക്സാമിൻ്റെ ഭാഗമായിട്ടും പഠനത്തിൻ്റെ ഭാഗമായിട്ടും ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ എവിടെ പോകുന്നുണ്ടെങ്കിലും വിശുദ്ധ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടേ പോകാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പോകുന്ന എവിടെയും നമ്മൾ പല വലിയ അപകടങ്ങൾ നമ്മൾ നേരിട്ട് നമുക്ക് വരാൻ വന്നതൊക്കെ വഴിമാറി പോകുന്നതും പ്രത്യേക സംരക്ഷണം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും. ആത്മീയ ജീവിതത്തിലൊരു ഉണർവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് സാധിച്ചു. ഉടമ്പടി എടുക്കുന്നതൊരു കേവലം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ളതല്ല, വിശ്വാസത്തിലേക്ക് നമ്മളെ കൂടുതൽ ഈശോ ഉയർത്താൻ വേണ്ടിയിട്ട് നമുക്ക് മാതാവ് വഴി തന്നൊരു പ്രാർത്ഥനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടുതലായിട്ട് വിശുദ്ധിയിൽ ജീവിക്കുവാനും കൂടുതൽ പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ മകളെയും വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർത്താനുള്ളൊരു ധൈര്യവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഉടമ്പടിയിലൂടെ. എന്നും ഞങ്ങൾ ഈ ഉടമ്പടിയിൽ നിലനിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ കൃപാസനം പേപ്പർ വീടുകളിൽ കയറി കൊടുക്കാറുണ്ട്, പള്ളിയിൽ കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ അടുത്തൊരു ഓർഫണേജ് ഉണ്ട്. ആ ഓർഫണേജിൽ ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കും. രോഗികളായിട്ടുള്ളവർ പോയി സന്ദർശിക്കും. അവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യും. പിന്നെ ഓൺലൈനിലൊക്കെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ അവർക്കൊക്കെ പറ്റുന്ന